അയ്യോ അമ്മേ അയ്യോ ദൈവമേ ഈ മല എങ്ങനെ കയറുന്നു ഇനി ഒരുപാടുണ്ട്. അയ്യോ കണ്ടോ എന്ത് സാധനം ഇവിടെ? ലെറ്റ്സ് ഗോ. നമുക്ക് താഴോട്ട് പോവാം. എൻ്റെ പൊന്നേ, ഇത് ചില്ലറ കിഴപ്പല്ല. നമ്മളിങ്ങനെ വഴി പഠിച്ചിങ്ങനെ അമ്മേ ഒരു റിലാക്സേഷൻ ഉണ്ട്. റിലാക്സേഷൻ. റെഡിയാക്കണോ? ഇത് കുതിരയല്ലടാ, കുതിര. ഇതെല്ലാം കവർ എഴുതിയടാ. എന്തോ ഗ്യാസ് ഊറ്റിയോ? എൻ്റെ മോനെ 2 ഗ്യാസ് ഊറ്റി പുള്ളി 2 സൈഡിലും കെട്ടി വെച്ച അതിൻ്റെ. അതുകൊണ്ട് പോവാണ്. നല്ല ലോഡ് എടുത്ത ഈ സാധനമൊക്കെ പോകണം കേട്ടോ. ഒരു 100-150 കിലോ ഒക്കെ അറ്റ ടൈം ഇത് പൊക്കണ്ടെന്ന് തോന്നുന്നു. അത്ര എടുത്തിട്ടാണ് നിങ്ങൾ മല കയറുന്നത് ഇറങ്ങണത്. ഇപ്പം ഇവിടുത്തെ കാലിയായ കുറ്റിയും കൊണ്ട് പോവാണ് താഴോട്ട്. പുള്ളി കുറ്റിയൊക്കെ കെട്ടി വെച്ച് കൊണ്ടുപോവാണ്. ഞാൻ താഴെ പോയിക്കണേ ഗൈസ്. പോകുന്നു. ഇത് ടഫ് സാധനം കേട്ടോ. ഇവിടെ പോയിട്ട് ഇവിടെ ഫുള്ള് തന്നെയല്ല. എന്നാ ചെയ്യാനെന്ന് പറ. മൊത്തം കുഴിഞ്ഞങ്ങ് പോവാ. എന്തിന്റെ കടയായിരുന്നു? മണികണ്ഠ സ്വാമി കാത്തു. ഫുൾ മഞ്ഞ്. മഞ്ഞിന്റെ ഇടയിൽ ഒരു പിങ്ക് ഉടുപ്പിട്ട് ഞാനിപ്പോ ആലോചിക്കുക എനിക്ക് എന്തിന്റെ കിഴപ്പായിരുന്നു. വീട്ടിൽ വല്ല ഇരുന്നപ്പോൾ വീട്ടിൽ വല്ല ചോറും മീൻകറി തിന്നിരിക്കേണ്ടതിന് പകരം ഇവിടെ വന്ന് ഈ തണുപ്പെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. വലിയ കുഴപ്പമില്ല കേട്ടോ സത്യം പറഞ്ഞു. എൻ്റെ പൊന്നെ ട്രക്കിന് വൺസ് ഇൻ ലൈഫ് ടൈം ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുക, ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്യുക. ഇതൊക്കെ വൺസ് ഇൻ ലൈഫ് ടൈം കിട്ടുള്ളൂ. ഇത് ലിറ്ററലി ഫുൾ ഐസ് തന്നെ. ഐസിൽ കൂടെ തന്നെ നമ്മൾ പോണത്. എല്ലായിടത്തും മഞ്ഞ് തന്നെ. മഞ്ഞോട് മഞ്ഞ്. ഇത് ഭയങ്കര രസമുള്ള സ്ഥലട്ടാ. ഇത് ശരിക്കും മഞ്ഞ് വാരി എറിയുക, മഞ്ഞിൽ കളിക്കുക, ഇതെല്ലാം ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഫുള്ള് മഞ്ഞൂടെ. വിരലൊക്കെ നല്ല ഫ്രീസാവുണ്ട് കേട്ടോ. വിരൽ അനക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഫ്രീസായി പോകുമെന്ന് തോന്നുന്നു. ഇവിടെ ആളുകൾ വന്ന് എന്തൊക്കെയോ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ആദ്യം ഇവിടെ സ്നോമാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ വന്നവരുണ്ടാക്കി വെച്ചാണെന്ന് തോന്നുന്നുണ്ടാ. കണ്ടോ ഇവിടെ ഒരു സ്നോമാൻ. ഇത് 2 സ്നോമാനും സ്നോ ഗേളും പാക്കേജ് ഉള്ളതാണ്. ഇതാനൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ റീൽസ് പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ സ്നോ കൊണ്ടുണ്ടാക്കിയ ഹാർട്ട് പോയി. നമ്മൾ കുറെ റീൽസ് വെച്ചാൽ നമ്മളൊരു 3-4 സെറ്റ് റീൽസ് ഇട്ടുണ്ട്. സഹദ് ഇത് വെച്ചിട്ട് അവന്റെ കമ്പനി വളർത്തുമെങ്കിൽ നമുക്ക് സന്തോഷമുള്ളൂ. അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു എൻ്റെ നെഞ്ചിനുള്ളിലെന്ന് പറഞ്ഞ പാട്ട് വെച്ച് റീലെടുത്ത് അത് 500K അടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കോഴിക്കോട് നിന്ന് ബീഫ് മന്തി. അപ്പം നമ്മൾ മാത്രമേ പുറത്തുള്ളൂ, ബാക്കി എല്ലാവരും ഏകദേശം കോഴിക്കോട് ഭാഗത്തൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ 500K അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ കോഴിക്കോട് വരുന്നത് മന്തി അടിക്കുന്നു. സെറ്റല്ലേ? ഓൾ സെറ്റ്. ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ വളവള. ഹായ് ഗായ്സ്, നമ്മളിത് തിരിച്ചിട്ട് ക്യാമ്പിലേക്ക് പോവാ. സമയം നല്ല ഇരുട്ടി കേട്ടോ. സ്കൈ മൊത്തം ഒരു പർപ്പിൾ വയലറ്റ് കളർ അതുപോലെ ആയി.
അങ്ങോട്ട് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഫുൾ സ്നോ ആയി, വഴിയൊന്നും ഇല്ല. ആക്ച്വലി നമ്മള് ഇങ്ങനെ ചവിട്ടുമ്പോൾ തന്നെ ഇത് പുറഞ്ഞങ്ങ് പോകും. നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ചവിട്ടിയേക്കുന്ന അതിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ചവിട്ടി വഴിയില്ല. നമ്മുടെ ശ്രീരാജ് ഇനി പുതിയ ചവിട്ടും. കാലം മൊത്തമായി. എന്താ അവസ്ഥ, എന്തിന്റെ ആവശ്യമുണ്ടായിരുന്നു? എടാ തോറ്റെന്നൊക്കെ പറഞ്ഞോണ്ടില്ല. എനിക്കറിയാൻ പാടില്ല ഞാൻ എങ്ങനെ വീട്ടിലെത്തും. നോക്ക് വഴികൾ നോക്ക് നിങ്ങൾ. നമ്മുടെ കപ്പിള് പുറകെ വരുന്നുണ്ട്. നിങ്ങൾ വ്ലോഗ് എടുക്കണോ? അയ്യോ ശ്രീരാജന്റെ പോകുന്നത്. എന്റെ ഗ്ലൗസ് താഴെ പോയി. ഗ്ലൗസ് എടുക്കട്ടെ. എന്റെ പൊന്നർത്താവേ, ടാസ്ക് തന്നെ. ഷൂസിനകത്ത് ഫുള്ള് മഞ്ഞ് കയറി. ഇതിന് ഫുള്ള് കുടഞ്ഞ് പുറത്തുണ്ട്. എന്നാലും നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ നമ്മൾ തോറ്റ്. അതാണ് അവസ്ഥ. എന്റെ പൊന്നെ, ഇനി എവിടെയാണോ നമ്മുടെ ചെന്ത്? നമ്മൾ ഫോട്ടോഷൂട്ട് ആയിരുന്നു, മുട്ട ഫോട്ടോഷൂട്ട് ആയിരുന്നു. നമുക്ക് പല രീതിയിലെ കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത് അവർ പറയുന്നത് അവരുടെ സേവ് ഡേറ്റിന് പോലെ നമ്മൾ അത്ര എഫേർട്ട് ഇട്ടില്ലെന്ന്. ശ്രീരാജ് എപ്പം പോകുന്നുണ്ട്. എപ്പം പോകുന്ന ഏതോ വെള്ളം പോകുന്ന പൈപ്പ് ഉണ്ട് കേട്ടോ. ഉണ്ടോ? വെള്ളം പോകുന്ന പൈപ്പ് കാണുന്നുണ്ട് കേട്ടോ. ആണോ? വെള്ളം എപ്പോഴും ഫ്ലോ ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് വെള്ളം ഫ്രീസ് ആവില്ല. അതാണ് ഒഴുകിക്കൊണ്ടിരിക്കുക. എവിടെ നിന്ന് കഴിഞ്ഞാൽ ഉടനെ കട്ടിയോ. ഇവിടെ വേറെ ക്യാമ്പ് സ്റ്റേജ് കാണുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ പരിപാടിയാലേ വെളിയും ബഹളമൊക്കെ കിട്ടുന്നുണ്ട്. എനിക്കാണെങ്കിൽ ശ്വാസം പോലും കിട്ടുന്നില്ല. ഇത് വേറെ ഏതോ ക്യാമ്പ് സ്റ്റേജ്, നമ്മുടെ ക്യാമ്പ് സ്റ്റേജ് ഇല്ല. ഷൂല് മൊത്തം സ്നോ ആയിട്ടുണ്ട്. ഇത് മൊത്തം ഊരി ഇനി അടിക്കണം. ശരിയാക്കി എടുക്കണം. സത്യം. വേറെ ആരുടെ ഗ്ലൗസ് ഒക്കെ എടുക്കണം. എടുത്തോണ്ട് ഓടിയാലോ. എന്നെ കൊണ്ട് കൊടിയെ എന്നോട്ട് മമ്മേ. അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം.